ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് വാഴയില കഴിക്കുന്നത്. എന്ത് രസമല്ലേ ഈ പാടങ്ങളൊക്കെ കാണാനായിട്ട്. നമ്മളിന്ന് എത്തിയിരിക്കുന്ന വേറെ എവിടെയല്ല, പാലക്കാടാണ്. പാലക്കാട് കൊല്ലങ്കോടാട്ടോ എത്തിയിരിക്കുന്നേ. നമ്മൾ വെളുപ്പിനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് രാവിലെ ഒരു 8 മണി 8:30 ആയപ്പോ നമ്മൾ പാലക്കാട് എത്തിയിട്ടോ. ഈ ആൽമരയൊക്കെ കണ്ടോ, ഈ ഹോട്ടലൊക്കെ കണ്ടോ, നല്ല രസമില്ലേ. പണ്ട് കാലത്ത് മാത്രമേ ഞാൻ ഈ ഹോട്ടലൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ അവിടെ വാഴയിലയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വാഴയിലയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. ആൽബിയും പപ്പയും പൂരിയാണ് പറഞ്ഞത്. ഞങ്ങൾ ബാക്കി എല്ലാവരും മസാല ദോശയാണ് പറഞ്ഞിട്ട്, മസാല ദോശയല്ല നെയ്റോസ്റ്റാ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് കുടിലകം എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടാട്ടോ. സത്യം പറഞ്ഞാൽ അത് ഫുൾ ഓഫ് പാടമാണ്. പാടത്തിന്റെ നടുക്ക് അല്ലെങ്കിൽ പാടത്തിന്റെ ഇടയിൽ ഓരോരോ ഹട്ടല്ല കുടില്, പിന്നെന്താ ഏർമാടം, അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഒന്ന് ടൂറിസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അവരുടെ നെൽകൃഷി കാര്യങ്ങളെല്ലാം സൈഡിൽ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ഇതേപോലെ കുടിലുകള്, അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ പാലം മുള വെച്ചിട്ടുള്ള നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോരാനേ തോന്നില്ല. അതെ, അവിടെ ഒരു കാളവണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാടത്തൊന്നും കൃഷി ചെയ്തിട്ടില്ല, കൃഷി ചെയ്യാൻ പോവുകയാണെന്ന് തോന്നണേ. ഇവിടെ കയറാനായിട്ട് നമുക്കൊരു എൻട്രി ഫീ ഉണ്ട്. 50 രൂപയാണ് എൻട്രി ഫീ. നമ്മൾ രാവിലെ തന്നെ ചെന്നോണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു. പിന്നെ വെയിലും വലിയ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല പച്ചപ്പ് വിരിച്ചിരിക്കുന്ന പാടം, അതിന്റെ നടുക്കൂടി ഒരു പാല, അതിന്റെ അപ്പറെ മല, പിന്നെ ഇടയ്ക്ക് നല്ല ഒരു സുഖമുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. പാലക്കാടൊക്കെ പോയവർക്ക് അറിയായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് കാറ്റ് വീശിക്കൊണ്ടിരിക്കും, നല്ല സുഖമുള്ള കാറ്റ്. വെളുപ്പിനെയാണെങ്കിൽ ഭയങ്കര തണുപ്പുള്ള കാറ്റായിരിക്കും. ഞാൻ നേരത്തെ പാലക്കാട് പോയിട്ടുണ്ട്, കൊല്ലങ്കോട് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ടൂറിസ്റ്റ് സ്പോട്ടിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു. കുറച്ച് നാളായിട്ടുള്ള ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇവർ മാറ്റിയിട്ട് പാടങ്ങളൊക്കെ. അല്ലാണ്ട് നേരത്തെ പാടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറ്റിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ വേസ്റ്റ് ഒന്നും ഇടരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫുഡിന്റെ പോലും വേസ്റ്റ് ഇടരുന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അത്രയും നീറ്റായിട്ട് നോക്കുന്ന സ്ഥലമാണ്. നമ്മൾ ചെന്ന് കയറിയപ്പോ തന്നെ ആദ്യം കാണിച്ച സൈഡിൽ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ ഇരുന്നു. പിന്നെ ഏർമാടത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഏർമാടത്തൊക്കെ കയറി ഇരുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അയ്യോ ഒന്നും പറയണ്ട, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. സായി വന്നില്ല കേട്ടോ പാടത്തിറങ്ങാനായിട്ട്. സായുവിന് ഹട്ടിലിരുന്ന് കാറ്റാക്കൊണ്ടിരിക്കുവായിരുന്നേ. പിന്നെ നമ്മൾ പോയത് സീതാർകുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളച്ചാട്ടമാണ്. ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള വെള്ളച്ചാട്ടമാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴാണ് ടിക്കറ്റ് എടുക്കാനുള്ള സ്പേസ് വരുന്നത്. 30 രൂപ എന്തോ ആണ് ടിക്കറ്റിന് പ്രൈസ് വരുന്നത് കേട്ടോ. കാട്ടിൽ കൂടെ നടക്കാം. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് അമ്മയുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് മഴ അല്ലാത്തതുകൊണ്ട്, മഴക്കാലത്ത് ഒരുപാട് വെള്ളം ഉണ്ടാവും, മഴയില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഭംഗിയില്ലാത്തതെന്ന് പറഞ്ഞത്. സ്പോട്ടും കൊല്ലങ്കോട് തന്നെയാണ് കേട്ടോ. താമരക്കുളം എന്തോ ആണ് സ്ഥലത്തിന്റെ പേര്. ഞാൻ ആ സ്പോട്ടിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ എന്തോ ആണ്. അവിടെ ഫുൾ ഓഫ് പാടം അപ്പുറത്തും ഇപ്പുറത്തും പാടം. ഇതാണ് വ്യൂ. അപ്പുറത്തും ഇപ്പുറത്തും പാടം, അതിന്റെ സൈഡിലെല്ലാം ജമന്തി ഇല്ലേ, ജമന്തിയുടെ അല്ലെങ്കിൽ ചെണ്ടുമല്ലി എന്നൊക്കെ പറയും, അത് ഫുള്ളും നട്ട് കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല വെയിലുള്ളതുകൊണ്ട്. പിന്നെ കോഴിപ്പൂ ഇല്ലേ, കോഴിവാലൻ പൂ, അതൊക്കെ. ഇവിടെ പച്ച കളറിലെ നെൽവയലിന്റെ ഇടയ്ക്ക് ഈ കളറില കണ്ടോ, ഒരു വയലറ്റ് കളറിലെ നെൽച്ചെടിയും കൂടി ഉണ്ടായിരുന്നു. ബോർഡർ പോലെയാണ് നെൽച്ചെടി വെച്ചേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വയലറ്റ് കളറിലെ നെൽച്ചെടി, എന്നിട്ട് പച്ച കളറിലെ നെൽച്ചെടി, അങ്ങനെയാണ്. അപ്പോൾ അതേ ആൽബി കണ്ണടയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഒടുക്കത്തെ വെയിലായിരുന്നു ആ ടൈം ആയപ്പോഴത്തേക്കും. അപ്പം അതുകൊണ്ടാട്ടോ കണ്ണടയൊക്കെ എടുത്ത് വെച്ചത്. നല്ല രസമില്ലേ ജമന്തി പൂക്കളൊക്കെ കാണാനായിട്ട്. പാലക്കാട് ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവർക്ക് ഇതൊരു നല്ല സ്പോട്ടായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അധികം വെയിലാവുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ എത്താൻ നോക്കണം കേട്ടോ. രാവിലെ ഒരു 8:30 ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും.